കാത്തിരുന്ന് നമ്മുടെ ചിങ്ങു ഇങ്ങ് എത്തിയല്ലേ. തുടക്കം അമ്പലത്തിൽ നിന്നാവാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യം വന്നത് കന്യാട്ടുളങ്ങര അമ്പലത്തിലാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. ഇതെന്താ ഇപ്പൊ ഇത് കർക്കിടകത്തിൽ പെയ്യാത്ത മഴയെല്ലാം നേരെ ചിങ്ങത്തിലേക്ക് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയായിരുന്നു എന്നാ തോന്നുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷമായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മുറ്റത്തിറങ്ങിയിട്ട് ചെരുപ്പിട്ടോണ്ടിരിക്കും. ആരുടെയും ചെരുപ്പല്ല, സ്വന്തം ചെരുപ്പ് തന്നെയാണ് കേട്ടോ. ചെരുപ്പിട്ടോണ്ടിരുന്നപ്പോ പിന്നെയും നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ എവിടെയിട്ടെങ്കിലും പോകുമ്പോഴത്തേക്ക് ഒരിക്കൽ പോലും നമ്മളെ കണ്ടിട്ടില്ലെങ്കിലും സ്വന്തം ഫാമിലിയിലെ ആൾക്കാരെ പോലെ ഇങ്ങനെ വന്ന് മിണ്ടുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോയത് കൃഷ്ണാസ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അമ്പലത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കടയിൽ കയറാതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോവില്ല. നേരെ ഇവിടെ വന്നിട്ട് ഒരു കാപ്പിയും അതേപോലെ തന്നെ ഒരു നെയ്റോസ്റ്റും ഞാൻ ഓർഡർ ചെയ്തു. മനീഷേട്ടൻ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങളിത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. തിരിച്ചു വരുമ്പോൾ ലോട്ടറി ഉണ്ട് കേട്ടോ. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പ്രാന്താണ്. ചിലപ്പോൾ ഭാഗ്യം കടാശിച്ചാലോ. അങ്ങനെ ഒരു ലോട്ടറി എടുത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് മുല്ലപ്പൂക്കട കണ്ടിപ്പെട്ടത്. വാങ്ങി 2 മുഴം മുല്ലപ്പൂ ഞാനും കഴിഞ്ഞിട്ടും പകുതി എടുത്ത് 2 പേരുടെ തലയിൽ അങ്ങ് കൊതി തീരെ വെച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ഭയങ്കര മഴ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കടയുടെ അടുത്ത് കയറി നിൽക്കുകയാണ്. മഴ ഒന്ന് കുറഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.